പൈൽസ്, ഫിഷേഴ്സ്, ഫിസ്റ്റുല, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു 80% 90% വരുന്ന ഒരു റൂട്ട് കോസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു ക്ലാസ് കുറിച്ചായിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. ഈ ഫസ്റ്റ് കാണുന്ന പിക്ചറാണ് നമ്മൾ സാധാരണ പൈൽസ് എന്ന് പറയുന്ന കാര്യം കാണുന്നത്. ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. രക്തക്കുഴല് കെട്ടിക്കിടന്ന് അതിൽ രക്തക്കുഴല് വീങ്ങി അതിൻ്റെ ഉള്ളിൽ രക്തം കെട്ടിക്കിടന്ന് ഒരു കുരു പോലെ വന്ന് അതിനുശേഷം ഒരു ഫിംഗർ പോലെ ഒരു വിരൽ വലപ്പത്തിലെല്ലാം വന്ന് അങ്ങനെ വരുന്ന ഒരു കാര്യമാണ് പൈൽസ് എന്ന് പറയുന്നത്. ഏനൽ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൽ, ഇതെല്ലാം മലദ്വാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൽ വിള്ളലുകൾ വരുന്നതാണ്. ചെറിയ ചെറിയ പോറലുകൾ, വിള്ളലുകൾ, അതിൽ നിന്നും വരുന്ന രക്തം, അതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു കനാലാണ്, ഒരു റൂട്ട് എന്ന് പറയാം. ഉള്ളിലുള്ള ഇവിടെ കാണുന്ന ഒരു ഇൻഫെക്ഷൻ കാരണം അതിൽ നിന്നും ജലം പുറത്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശരീരം ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പൈൽസിൻ്റെ കാരണമാണ് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, കാലങ്ങളായുള്ള മലബന്ധം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അടുത്ത് കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം മലബന്ധം. അതേപോലെ തന്നെ മുക്കുന്നത്, പ്രഷർ കൊടുക്കുന്നത്, മലബന്ധം ഉള്ളത് കാരണം തന്നെയാണ്, മലം കട്ടിയായത് കാരണം തന്നെയാണ് അങ്ങനെ പ്രഷർ കൊടുക്കുന്നത്. അത് കാരണമാണ് പലപ്പോഴും ഈ ഒരു രക്തക്കുഴലിൽ വരുന്ന സ്ട്രെയിനുകൾ. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അധികമായി ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഈ ഒരു രക്തക്കുഴലിനെ ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെരിക്കോസ് വെയിൻ വരുന്നത് പോലെ തന്നെ ചെറിയ തോതിൽ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയും രക്തക്കുഴൽ ഡാമേജ് ആകുന്നുണ്ട്, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫിഷർ എന്ന് പറയുന്നത്, ഈ കാണുന്ന ഫിഷർ എന്ന് പറയുന്നത് വിള്ളലുകൾക്ക് റീസൺ ആവുന്നത് മെയിൻ ആയുള്ള ഒരു കാര്യമാണ് IBD എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതിൽ ഭയങ്കരമായി ലൂസ് മോഷൻ പോവുകയാണെങ്കിൽ, ഡയേറിയ പോവുകയാണെങ്കിൽ പലപ്പോഴും അവിടെ ഡീഹൈഡ്രേറ്റ് ആവും, വിള്ളലുകൾ വരും അവിടെ. പിന്നെ ഡീഹൈഡ്രേറ്റ് ആയി ജലാംശമില്ലാതെ വിള്ളലുകൾ വന്ന് മോയ്സ്ചർ ഇല്ലാതെ വരുന്ന വിള്ളലുകളാണ് ആ ഒരു ഡാമേജിന് കാരണമാകുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത്, ഇവിടെ ഇതാ ചലം കെട്ടിക്കിടക്കുന്നത് കണ്ടില്ല, ചലം കെട്ടിക്കിടന്ന് അതിനുള്ള ഒരു കനാല് പുറത്തോട്ട് വരുന്നത്. അതിൻ്റെ ഒരു കാരണം ഇത് രണ്ടുമാകാം. ഒന്നെങ്കിൽ പൈൽസ് വന്നത് കാരണം, ഫിഷർ വന്നത് കാരണം അവിടെ ബാക്ടീരിയ, മോശമായ ബാക്ടീരിയകൾ വന്ന് ഭയങ്കരമായ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം, ഇൻഫെക്ഷൻ വന്നാൽ അവിടെ ചലമുണ്ടാകും. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അവിടെ പോയി അവരുടെ പിന്നെ ഈ പറയുന്ന മറ്റുള്ള ബാക്ടീരിയകളെ എല്ലാം നശിപ്പിച്ച് അവിടെ ഒരു പോർക്കളമാണ്, ഒരു ജഡങ്ങൾ കെടുക്കുന്ന ഒരു ഡെഡ് ബോഡീസാണ്, മൊത്തം ഡെഡ് ബോഡീസും അതേപോലെ തന്നെ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്ന, ചീഞ്ഞലിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ബാക്ടീരിയകളാണ് ചേർന്ന് അവസാനം ആ ഒരു പസ് അല്ലെങ്കിൽ ചലം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു കനാലാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് മലബന്ധം കാരണം, ഫിഷർ എന്ന് പറയുന്നത് ലൂസ് മോഷൻ കാരണം, അവിടെ ഡ്രൈ ആയത് കാരണം വിള്ളലുകൾ വരും. അതേപോലെ തന്നെ ഫിസ്റ്റുല എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഇത് രണ്ടും കാരണം, അതുമല്ലാതെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ചലം പുറം തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഫിസ്റ്റുല. അപ്പോൾ മൂന്നിലും ഈ ഒരു പിന്നെ പൈൽസിൽ ഈ ഫസ്റ്റ് കാണുന്നതിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ മലം പോവുകയാണെങ്കിലും ശരി,
അല്ലെങ്കിൽ പോയില്ലെങ്കിലും ശരി എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എപ്പോഴും പിന്നെ ചലം പുറന്തള്ളുന്നുണ്ടാവും, അതേപോലെ തന്നെ രക്തം പുറന്തള്ളുന്നുണ്ടാകും, പിന്നെ എപ്പോഴും ഒരു ചൊറിച്ചിലുണ്ടാകും, അരിച്ചിലുണ്ടാകും, അങ്ങനെ ഉണ്ടാകും. ഈ കാണുന്ന ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഈ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ മലം പുറന്തള്ളുമ്പോൾ മാത്രമാണ് അവിടെ വേദന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത സമയം വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും, രക്തം പുറന്തള്ളുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഡയറ്റ് പലവരും വിചാരിക്കുന്നുണ്ടാവും എനിക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധവും ലൂസ് മോഷനും വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണിത്. നമ്മുടെ ഡയറ്റ് ശരിയല്ലാത്തത് കാരണം വരുന്ന കുഴപ്പങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ഡയറ്റ് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുന്നത് എന്നതിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടെങ്കിൽ ഞാനത് അവസാനം നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ അവസാനം കാണുന്ന ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ കനാല്, ചലം പുറന്തള്ളുന്ന കാര്യം ഉള്ളത്. ഇവിടെയും ബവൽ മൂവ്മെൻറ്റ്, മലം പുറന്തള്ളുന്ന, പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് അവിടെയും വലിയ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കായി ചലവും രക്തമൊക്കെ പുറന്തള്ളുന്നുണ്ടാകും. അപ്പോൾ ഇതിന് സാധാരണ ഉള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ റബ്ബർ ബാൻഡ് ലിഗേഷൻ എന്ന് പറയും. ഈ പൈൽസിനെ ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ട് അത് നശിച്ചതിന് ശേഷം അത് കൊഴിഞ്ഞു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ലേസർ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ലോക്കലായി ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വെറും ലോക്കലായി ചെയ്യുന്നതല്ല, നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ അതിനെ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലം എന്ന് പറയുന്നത്, മലത്തെ ഉണ്ടാക്കുന്നതും അത് ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുവാൻ സഹായിക്കുന്നതും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകളാണ്, നല്ല ബാക്ടീരിയകളാണ്. അപ്ടേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഇതിനെ ഒരു മലത്തിൻ്റെ രൂപത്തിലോട്ടാക്കി നമ്മുടെ ശരീരത്തിൽ നിന്നും പുറം തള്ളുവാൻ സഹായിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആ ഒരു പാമ്പ് എഴിയുന്ന പോലെയുള്ള തരംഗങ്ങൾ പോലെയുള്ള ഒരു മോഷൻ ഉണ്ടല്ലോ, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയും. ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ആകണം എന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. ആ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹാപ്പി ഹോർമോൺ എന്ന് പറയും. ഈ ഹോർമോൺ ഫസ്റ്റ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിനെ, നമ്മുടെ കുടലിനെ ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, മലം പുറം തള്ളിയതിന് ശേഷമാണ് നമുക്ക് പിന്നീട് ഹാപ്പി ഹോർമോൺ, നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോണായി മാറുന്നത്. ഇത് രണ്ട് തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഈ ഹോർമോൺ ഇല്ലെങ്കിൽ, ഈ ഹോർമോണിൻ്റെ അഭാവത്തിൽ മലബന്ധമുണ്ടാവും. തീരെ നടക്കുന്നില്ല, ആ ഒരു മോഷൻ നടക്കുന്നില്ല, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നടക്കുന്നില്ല, ഈ ഹോർമോൺ ഇല്ലാത്തത് കാരണം. ലൂസ് മോഷൻ ആണെങ്കിൽ ഈ ഹോർമോൺ ഇവിടെ കെട്ടിക്കെടുക്കുന്നത് കാരണം ആ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഒരു മിനിറ്റിൽ ഒരു നിശ്ചിത അളവുണ്ട്, ആ അളവിലും കൂടുതൽ പോകുമ്പോഴാണ് ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഹോർമോൺ കൂടിയാലും കുഴപ്പമാണ്, കെട്ടിക്കിടന്നാലും കുഴപ്പമാണ്, ഇല്ലെങ്കിലും കുഴപ്പമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഫിഷർ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ, ഫിഷർ എന്ന് പറയുന്നത് മുറിവാണ്, നമ്മൾ ആ രണ്ടാമത് കാണുന്നത് മുറിവാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിവ് വന്നാലും, കയ്യിന് പോലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രത്തോളം സൂക്ഷിച്ചാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ട് കഴുകി, വലിയ പിന്നെ മുറിവുകളല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറില്ല, നമ്മൾ പറ്റുന്നത്ര നമ്മൾ തന്നെ കഴുകി, അതേപോലെ തന്നെ സാനിറ്റൈസർ, വല്ല ആൽക്കഹോളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് സാനിറ്റൈസ് ചെയ്ത്, എന്നിട്ട് അതിനെ നമ്മൾ പൊടി കയറാതെ രൂപത്തിൽ നമ്മൾ ബാൻഡേജ് ഇട്ട് നമ്മൾ സൂക്ഷിക്കും. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയാൽ എപ്പോഴും ഏറ്റവും വലിയ വേസ്റ്റായ മലം എപ്പോഴും ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുറിവിൽ ഉണ്ടാകുന്ന ആ ഒരു എത്രത്തോളം അഴുക്കുകൾ അല്ലെങ്കിൽ മോശമായ പിന്നെ വേസ്റ്റുകളെല്ലാം അതിലെത്രത്തോളം പെടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാവുന്നുള്ളൂ. അപ്പോൾ അത് കാരണമാണ് പലപ്പോഴും ഈ മൂന്നാമത് കാണുന്ന
ഫിസ്റ്റുല എന്ന് പറയുന്ന ഇതിലോട്ടേക്ക് നയിക്കുന്നത്. കാരണം അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചലം കെട്ടിക്കെടുക്കുകയും ചലത്തിന് പോകാൻ ഉള്ള ഒരു സ്ഥലമില്ലാത്തത് കാരണം എന്തോ ഇവിടെ കാണുന്ന പോലെ ഒരു കനാൽ ഉണ്ടാവുകയും എന്നിട്ട് അവിടെ നിന്നും ഒരു കുരുവിലൂടെ എപ്പോഴും ചലം ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരാ. നമ്മൾ ഇവിടെ റൂട്ട് കോസിലോട്ട് നമ്മൾ ചെന്ന് അവിടെയാണ് നമ്മൾ ആ ഇൻഫെക്ഷനെ മാറ്റണം. ഇൻഫെക്ഷനെ മാറ്റുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഒരു ഇതിനെ ബാധിക്കുന്ന ഭയങ്കരമായി ഷുഗേഴ്സ് ഉള്ള ഒരു ഡയറ്റ് ആയത് കാരണം തന്നെ നമ്മുടെ നല്ല ബാക്ടീരിയകൾക്ക് അത് ഉപകാരപ്പെടുന്നില്ല. നമ്മൾ സാധാരണ ഇന്ത്യക്കാർ കഴിക്കുന്നത് 80% ചോറും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മലബന്ധം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പൈൽസിലുണ്ടാകുന്ന ഈ ഞരമ്പ് നാഡികൾക്ക് ഉണ്ടാകുന്ന ഡാമേജും ഉണ്ടാക്കുവാനും കാരണമാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡയറ്റിൽ ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സോളിബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ പ്രോബയോട്ടിക്സും ആണ്. നന്നായി ഈ ഒരു ബാക്ടീരിയനെ വളർത്തുകയും അതിനാവശ്യമായുള്ള വളം അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സോളിബിൾ ഫൈബേഴ്സ് കൊടുക്കുന്നത്. കൂടുതലും പച്ചക്കറികൾ തന്നെയാണ്. പലപ്പോഴും പറയാറുണ്ട് അരി അല്ലെങ്കിൽ ഗോതമ്പിലെല്ലാം ഫൈബേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ഫൈബേഴ്സ് എന്തല്ല, സോളിബിൾ ഫൈബേഴ്സ് അല്ല, ഇൻസോളിബിൾ, വെള്ളത്തിൽ ജലാംശത്തിൽ അലിയുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ഫൈബർ കണ്ടൻ്റ് അല്ല നമ്മൾക്ക് വേണ്ടത്. ജലാംശത്തിൽ അലിയുന്ന അത് വഴുവഴുപ്പുള്ള, ഇപ്പോൾ ഹസ്ഹസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിയ സീഡ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക നോക്കുകയാണെങ്കിൽ ഒക്കെ അതിലൊരു വഴുവഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ്, അതൊക്കെ സോളിബിൾ ഫൈബേഴ്സാണ്. അതേപോലെ തന്നെ സവാളയിൽ ഇതിലൊക്കെ സോളിബിൾ ഫൈബേഴ്സ് ധാരാളമായി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഡയറ്റിൽ നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായുള്ള തോതിൽ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്നില്ല. ന്യൂട്രീഷനെ കുറിച്ച് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വെജിറ്റബിൾസ് എന്താണ്, അതേപോലെ തന്നെ ഗ്രെയിൻസ് എന്താണ് എന്നുള്ളത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അതിലുള്ള പോഷകങ്ങൾ ഇത്രയും ഡിഫറെൻ്റ് ആകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെന്നാലും നമ്മുടെ ഈ ഒരു ഡയറ്റ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ആ ഒരു റൂട്ട് കോസിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഷുഗേഴ്സ് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി നന്നായി വളരുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ആവശ്യമാണ്? ഇവിടെ ഇത്രയും വലിയൊരു ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ ശരീരത്തിന് തന്നെ അതിനോട് പോരാടാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ കുഴപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരം എപ്പോഴും ശരീരത്തിൻ്റെ എനർജി എന്തിലോട്ടാണ് പോകുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ, ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂർ എടുക്കും അത് കറക്റ്റായി ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് വന്ന് പുറന്തള്ളാൻ, ഏറ്റവും ചുരുങ്ങിയത്. പക്ഷെ ആ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും കഴിക്കുകയാണ്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ പൂർണ്ണമായുള്ള എനർജി അതിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഫുഡിനെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് എടുത്ത് പുറത്തോട്ട് എത്തിക്കണം, അതിൽ നിന്നുള്ള ശേഖരിക്കാൻ പറ്റിയതൊക്കെ ശേഖരിച്ച് പുറത്തോട്ട് എത്തിക്കണം എപ്പോഴും ബോഡിയുടെ കോൺസെൻട്രേഷൻ അതിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 12 മണിക്കൂർ 14 മണിക്കൂർ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ശരീരത്തിന് നന്നായി എന്ത് കിട്ടുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഒരു ടൈം, ഒരു ബ്രേക്ക് കിട്ടുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലോട്ട്, മറ്റ് വേസ്റ്റുകളിലോട്ട്, മറ്റ് ശരീരത്തിൽ ആവശ്യമുള്ള സ്ഥലത്തിൽ റിപ്പയർ കൊണ്ടുവരാനും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നന്നായി ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം ഫാസ്റ്റിംഗ് ടൈമിൽ ഇമ്മ്യൂൺ സെൽസ് നന്നായി ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പയറുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലുള്ള വേസ്റ്റുകളും പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈൽസോ ഫിഷിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും എടുക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പുകൾ, നല്ല കൊളസ്ട്രോൾ ഉണ്ട്, മോശമായ കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊഴുപ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല കൊഴുപ്പുകൾ എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞല്ലോ, ആ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് വെറും ബാക്ടീരിയകൾ, മെയിനായി ബാക്ടീരിയകളാണ്. അതുമല്ലാതെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ബൈൽ എന്ന് പറയുന്നത്, പിത്തം എന്ന് പറയുന്നത്.
പിത്തം പിന്നെ വന്നു കഴിഞ്ഞാലും ശരീരത്തിൽ എക്സ്ക്രീറ്റ് ആയി കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരമായി കാണാവുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ ഒരു 2-3 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, നല്ല കുഴപ്പമില്ല, നല്ല കൊളസ്ട്രോളാണ്, അതിട്ട് കഴിഞ്ഞാൽ ആ ഒരു ദിവസം രാത്രി കുടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം കാലയിൽ നമുക്ക് ശോധന ഉണ്ടാകും. കാരണം ആ ബൈൽ സെക്രീറ്റ് ആകുന്നുണ്ട്, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഫിഷർ ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ ലൂസ് മോഷൻസ് ഭയങ്കരമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായി മോര് കഴിക്കാവുന്നതാണ്. മോരിൽ നന്നായി ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. മാത്രമല്ല അതിൽ കൊഴുപ്പില്ലാത്തത് കാരണം അതിൽ നിന്ന് വെള്ളം എടുത്ത് കളയുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നെ ബൈൽ സെക്രീറ്റ് ആവുകയില്ല. അത് കാരണം വീണ്ടും ലൂസ് മോഷൻ വരികയില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 3 നേരമായി 3 ഗ്ലാസ് ബട്ടർ മിൽക്ക് മോര് കുടിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ചെയ്യുന്ന ഷുഗറുകൾ, അന്നജം ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നന്നായി കുറയ്ക്കുക. മീറ്റ്, പ്രോട്ടീനൊക്കെ കഴിക്കുന്നത് കാരണം തന്നെ ഇവിടെ റിപ്പയറുകളും ധാരാളമായി നടക്കും. അപ്പോൾ ഇതാണ് ഒരു ചുരുക്കം. ഞാൻ കൂടുതൽ സയൻസിലോട്ട് കടക്കുന്നില്ല. എന്തായാലും ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് കിടക്കാവുന്നതാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓ പറഞ്ഞോ. ഓക്കെ ഓക്കെ മാഡം. ആ ഓക്കെ കുഴപ്പമില്ല. തൈറോയിഡ് ഉള്ളതല്ലേ? തൈറോയിഡ് എന്ത് ടൈപ്പാണ്? ഓട്ടോ ഇമ്മ്യൂൺ ആണോ അല്ലെങ്കിൽ ഫങ്ഷണലാണോ? ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തായിരുന്നോ? ATG ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തായിരുന്നോ? TPO ATG എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ ചെയ്തായിരുന്നോ? തൈറോയിഡ് പ്രൊഫൈൽ അല്ലാതെ ചെയ്തിട്ടില്ല. ഓക്കെ, അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്, എന്തായാലും തൈറോയിഡ് ആണെങ്കിൽ ടൈം എടുക്കും, പക്ഷേ എന്തായാലും അത് ശരിയാവും കേട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ ഇനിയും എടുക്കുന്നുണ്ട്. മറ്റൊരു ദിവസം ഞാൻ തൈറോയിഡിനെ കുറിച്ചുള്ള, തൈറോയിഡ് ഉള്ളവർക്ക് മാത്രമാണ് വെയിറ്റ് ലോസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കാരണം തൈറോയിഡ് ഹോർമോണാണ് ഈ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. കാരണം നമ്മുടെ തൈറോയിഡ് കാരണം വെയിറ്റ് കൂടുന്നുണ്ട്, വെയിറ്റ് കൂടിയത് കാരണം തൈറോയിഡ് പിന്നെയും അങ്ങനെ കെട്ടിക്കെടുക്കുന്നുണ്ട്. അതൊരു വിഷ്യസ് സൈക്കിളാണ്. കുഴപ്പമില്ല, നമ്മൾ അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും തീർച്ചയായും അതിൽ നിന്ന് പുറത്തോട്ട് വരും. നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം അതിന് കേട്ടോ. ഒരു കുഴപ്പമില്ല മാഡം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് മേജർ കോമ്പണൻ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നിലും ഏതെങ്കിലും ഒന്നെടുത്തു കഴിഞ്ഞാൽ, ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കൊഴുപ്പ് കഴിക്കാതിരിക്കണം, പൂർണ്ണമായും കൊഴുപ്പ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് മാരകമായ രോഗങ്ങൾ വരും. നമുക്ക് ഒരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ബോഡി ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി ബിൽഡേഴ്സിനെ എടുത്ത് നോക്കാവുന്നതാണ്. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ബോഡി ഫാറ്റ് ഇവർ ഈ കട്ടിങ്സ് വരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ബോഡി ഫാറ്റ് 4% താഴ്ത്താറുണ്ട്. പക്ഷെ അത് അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്. അത് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അതിൻ്റെ ഒരു ഭ്രാന്ത് കാരണം ആ കട്ടിങ്സ് കാണണം, ശരീരത്തിൻ്റെ ആ ഒരു ഭംഗി പുറത്തോട്ട് കാണണം എന്നുള്ള ഒരു ഭ്രാന്തിൽ ചെയ്യുന്നതാണത്. പക്ഷെ അവർക്ക് നല്ലോണം അറിയുന്ന കാര്യമാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത്. ആ റിസ്ക് എടുത്ത് തന്നെയാണ് അത് അവർ ചെയ്യുന്നത്. ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ക്വാഷിയോർക്കാർ, മറാസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള മാരകമായ രോഗങ്ങളുണ്ടാകും. കുട്ടികൾക്ക് കാണാവുന്നതാണ്. ഈ വയറൊക്കെ വീർത്ത് ഒരു നമ്മൾ പണ്ടല്ല ഇപ്പോഴും നമ്മൾ സൊമാലിയ അല്ലെങ്കിൽ സുഡാനിലത്തൊക്കെ കുട്ടികളെ കാണാറില്ലേ, പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന കുട്ടികൾ. അതൊക്കെ പ്രോട്ടീൻ കിട്ടാത്തതിൻ്റെ അസുഖമാണത്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ സംഭവിക്കുന്ന അസുഖങ്ങളാണത്.
ഇത് രണ്ടും എടുത്താലും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കുറവാക്കിയാലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നില്ല. കാരണം ബാക്കിയുള്ളതിൽ നിന്ന് ട്രേസ് അമൗണ്ട്സ് വരുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിലും മറ്റുള്ള പയറുവർഗ്ഗങ്ങൾ എടുക്കുകയാണെങ്കിലും ഹെൽത്തി ആയുള്ള ഒരു ട്രേസ് അമൗണ്ട്സ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് മതി. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ലോകം അങ്ങനെ ആയി മാറി, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ അകപ്പെട്ടു. പക്ഷേ നമ്മൾ മാറ്റിയെടുക്കണം, കാരണം നമുക്ക് അത്രയും അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മൾ ഈ ഒരു പൂർണ്ണമായും ഒരു 80-85% അരിയിലോട്ട് മാറിയത് കാരണമാണ്. നമ്മൾ വെറും കാർബോഹൈഡ്രേറ്റിനെ ആശ്രയിക്കാൻ ആരംഭിച്ചതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒഴിവാക്കിയത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമല്ല. ഓക്കെ മാഡം, താങ്ക് യു. പറഞ്ഞോളൂ മാഡം. എനിക്ക് കേൾക്കുന്നില്ല, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം മാഡം. ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട് അല്ലേ? ഓക്കെ, കറക്റ്റാണ്. പക്ഷേ പലപ്പോഴും ബാക്ടീരിയയുടെ ഒരു റേഞ്ച് മാറിക്കഴിഞ്ഞാൽ, ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മളൊരു ചെടി വളർത്തണ പോലെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയനെ നമ്മൾ പതുക്കെ നമ്മൾ ശുശ്രൂഷിച്ച് കൊണ്ടുവന്നാലേ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഡയറ്റ് മാറ്റിക്കഴിഞ്ഞാലും അതിൽ നല്ല വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് കറക്റ്റായി വരും. നമുക്ക് വന്നിട്ടില്ല അല്ലേ? ഓക്കെ മാഡം, കുറഞ്ഞിട്ടില്ല. അപ്പോൾ വെയിറ്റ് കുറയാതിരിക്കുന്നത് വിഷമിക്കേണ്ട. ചിലപ്പോൾ അത് 2 മാസം എടുത്തെന്ന് വരും. എന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹെൽത്തി ആയിട്ടുള്ളൊരു റോഡാണ്. നമ്മൾ എടുക്കുന്ന പാത കറക്റ്റായുള്ള പാതയാണ്. അപ്പോൾ അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റൊരു കാര്യം, പലപ്പോഴും ഫാറ്റ് എന്ന് പറയുന്നത്, ഫാറ്റിനെ റിപ്ലേസ് ചെയ്ത് നമുക്ക് പ്രോട്ടീൻ, മസിൽ മാസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ വെയിറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് വെയിറ്റിൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ ഫാറ്റൊക്കെ മാറിയിട്ട് നമുക്ക് ദശയായി മാറിയിട്ടുണ്ടാവും, പ്രോട്ടീനായി മാറിയിട്ടുണ്ടാവും. അപ്പോഴും ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നോക്കേണ്ടത് ഇഞ്ച് ലോസ് ആണ്. നമ്മുടെ ആംസ്, നമ്മുടെ നിതംബം, അതേപോലെ തന്നെ നമ്മുടെ അബ്ഡമൻ, നമ്മുടെ ചെസ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ തൈസിൻ്റെ സർക്കംഫറൻസ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ വെയിറ്റ് നമുക്ക് എത്ര എടുക്കും സാർ ഇത് കുറയാൻ? അങ്ങനെ ടൈം എത്രത്തോളം എടുക്കും സാർ? ഇങ്ങനെ അത് സ്പെസിഫിക് ആയി പറയാൻ പറ്റില്ല. എന്നാലും വെയിറ്റ് ലോസ് ഉണ്ടാകും. നമുക്കത് കണ്ടറിയാം കേട്ടോ. ഹലോ, ഞാൻ ഈ പറയുന്നത് ഹലോ, പറഞ്ഞോളൂ. സാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. എന്റെ പേര് അയന. ഞാൻ 15 ദിവസമായിട്ടേ ഉള്ളൂ ഡയറ്റിംഗ് പ്ലാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് വെയിറ്റില് 3 കിലോഗ്രാം എൻ്റെ കുറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ്, ഇതുവരെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു, അതേപോലെ ഭയങ്കര ബോഡി പെയിന്, അതേപോലെ ഭയങ്കര ഗ്യാസിന്റെ കംപ്ലൈന്റ് വരുന്നു, അതോടൊപ്പം ഭയങ്കര വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടാഷ്യം, അതേപോലെ തന്നെ മഗ്നീഷ്യം ഡെപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം. കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു മാഡം.
ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അല്ല, ഈ 15 ദിവസം എനിക്ക് കംപ്ലൈൻസ് ഒന്നും ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ല, ഫുൾ കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ. അതാണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ മിനറൽസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്രയും ക്ഷീണം ഒക്കെ വരുന്നത് അത് ഇല്ലാതായി പോകുമ്പോഴാണ്, അത് ഡിപ്ലീറ്റ് ആയി പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ പൊട്ടാഷ്യം അതേപോലെ തന്നെ മഗ്നീഷ്യം സിട്രേറ്റ് സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കാൻ പറയാറുണ്ട്. അതപ്പോൾ തന്നെ മാറാറുമുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇത്രയും കാലം നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിന് കൃത്യമായുള്ള ഒരു അളവ് ഉണ്ടാകില്ല. നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ കൂടെ ശരീരത്തിന് വേണ്ടിയ അളവിൽക്ക് അത് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കൂടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ചുരുങ്ങിയ സമയത്ത് 1 മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ നമ്മൾ അത് സപ്ലിമെൻ്റായി എടുക്കുകയാണ്, അതിൻ്റെ ഒരു ഹൈ കോൺസെൻട്രേഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുകളെ മാറ്റുക. എന്നിട്ട് ഈ ഡയറ്റിൽ നിന്ന് എടുക്കുന്നതൊക്കെ ശരീരത്തിന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള രീതിയിലോട്ടാകും. മാഡം ഒന്ന് ഫോളോ അപ്പ് ടീമിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള പിന്നെ സപ്ലിമെൻറ്റ്സ് പറഞ്ഞു തരാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. സാറേ, എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാൻ വെരിക്കോസ് വെയിനിന്റെ കാലിൽ അൾസറായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് എക്സസൈസ് പരിപൂർണമായിട്ട് അത് എടുക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഉണ്ട്. കുഴപ്പമില്ല, അതിനെന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സസൈസ് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാരും ചെയ്യേണ്ട. പക്ഷേ വെരിക്കോസിന് വേണ്ട 2 ചെറിയ എക്സസൈസുകളുണ്ട്. ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അവരോടൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 2 വളരെ ചുരുക്കമായുള്ള എക്സസൈസാണ്, സിമ്പിളാണ്. അത് ഞാൻ അയച്ചു തരാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. ഹലോ, പറഞ്ഞോളൂ മാഡം. ഹലോ, പറഞ്ഞോളൂ. ഹലോ സർ. ഹലോ, പറഞ്ഞോളൂ മാഡം. ഹലോ സർ. ഹലോ, ചോദിച്ചോളൂ. സർ, ഞാനിപ്പോൾ ഒരു 2 weeks ആയി തുടങ്ങിയിട്ട്. ഓക്കെ. വെയിറ്റ് കുറഞ്ഞിട്ടില്ല, പക്ഷെ തീരെ ഉറക്കമില്ല സർ. ഞാനിപ്പോൾ ഒരു 10-11 മണിക്ക് ഉറങ്ങുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു 1 മണി 2 മണിയൊക്കെ ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു നല്ല കാര്യം മോശമായി പോയത് എന്നുള്ള നിലക്കും നമുക്ക് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് ഈ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് എനർജി കിട്ടും. പലവർക്കും എക്സ്ട്രാ എനർജി കിട്ടി പിന്നെ കുറേ സമയം വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഉറക്കമില്ലായ്മയായി പോകാറുണ്ട്. പക്ഷെ അത് ശരീരം എന്തായാലും ബാലൻസ് ചെയ്യാൻ പഠിക്കും. നമ്മളതിന് വേറെ മരുന്നുകളോ ഒന്നും എടുക്കണ്ട, നമ്മൾ ശരീരത്തിന് അങ്ങനെ വിടുക. അതൊന്ന് ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി നിങ്ങൾ മുന്നേ ശരിയായിക്കോളും. നമ്മളതിനിപ്പോൾ വേറെ ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 7 മണിക്ക് ശേഷം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ രാത്രിയൊക്കെ ഭയങ്കര ദാഹം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു ഫ്രൂട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ പതുക്കെ ഓരോ ദിവസവും നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ദിവസം ഒരു 4 മണിക്കൂർ, ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ പറ്റും. അതിനുശേഷം അപ്പോൾ അങ്ങനെ പതുക്കെ ഒരു 12 മണിക്കൂർ വരെ എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ടതാണ്. ഹലോ സാർ. പറഞ്ഞോളൂ സാർ. താങ്ക് യു മാഡം. ഹലോ സാർ. പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ. വൈറ്റിന്റെ ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ്. ഓക്കെ സാർ. അപ്പോ ഇപ്പൊ അത് ഈ ഡയറ്റ് 3 ദിവസമായിട്ട് തുടങ്ങിയ ശേഷം മലം ഭയങ്കര ടൈറ്റ് ആയിട്ടാണ്. മറ്റേത് ഇതിന് മുമ്പ് ഞാൻ ഈ പൊട്ടാറ്റോ അല്ലെങ്കിൽ മുന്തിരി ഇതൊക്കെ കഴിച്ചാല്, പിന്നെ അല്ലെങ്കിൽ ചെറുപഴം എല്ലാം അതൊക്കെ കഴിച്ചാല് വളരെ ലൂസായിട്ട് പോയിരുന്നു. ഇപ്പൊ ഇതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മല കുറച്ച് ടൈറ്റ് ആയിട്ടാ പോണത്. വെജിറ്റബിൾസ് കഴിച്ചിട്ട് പോലും ഒരു അതാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ താൽക്കാലിക ശമനത്തിനായി എല്ലാ ദിവസവും രാത്രി ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ ഒരു 2-3 ടീസ്പൂണ് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുടിക്കണം കേട്ടോ. അതെ, ഇളം ചൂടുള്ളത്. ആയിക്കോട്ടെ, താങ്ക് യു സാർ. ഹലോ ഡോക്ടർ. ഹലോ മാഡം. പറഞ്ഞോ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
ഓക്കെ ഡോക്ടർ, ആക്ച്വലി ഞാനൊരു ന്യൂ ജോയിനിയാണ്. ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത്. സോ ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് ഫ്രം ടുമോറോ. ഓക്കെ മാഡം. ഓക്കെ. സോ എൻ്റെ ഫസ്റ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ, ഡോക്ടർ, നമ്മൾ ഈ പ്ലാൻ നമ്മളിപ്പോൾ 1 മന്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും നമ്മളൊരു യൂഷ്വൽ നമ്മുടെ റൂട്ടീനിലോട്ട് തിരിച്ചു പോകണം. നമുക്ക് നോർമൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അരിയാഹാരമൊക്കെ കഴിക്കേണ്ട ഒരു സ്റ്റേജ് വരുമല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ലൂസ് ചെയ്യുന്ന വെയിറ്റ് ഒക്കെ നമുക്ക് തിരിച്ചു വരുമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ. ഞാൻ എയിം ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആളുകൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നതും. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് കുറക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നതും. അത് നമുക്ക് 95% ഓഫ് ദ ടൈം നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ വൺസ് യു കം ഇൻ ടു ഹിയർ, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യമായി ഞാൻ കാണുന്നത് നിങ്ങളെല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നടത്തുന്നത്? നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമ്മൾ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുവന്ന നോർമൽ എന്ന് പറയുന്നത് നല്ലതായിക്കൊള്ളണം എന്നില്ല. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ, അവരത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് നല്ലതായിക്കൊള്ളണം എന്നില്ല. കാരണം നമ്മുടെ പൂർവികർ പോലും കഴിച്ചേർന്ന, നമുക്ക് നമ്മുടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് മദറിന് പോലും ഈ ഒരു തരത്തിലുള്ള ഡയറ്റായിരുന്നു, ചോറും കാര്യങ്ങളൊക്കെ. പക്ഷെ അവർക്ക് ഒരു നേരത്തെ ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അതും എൻ്റെ വല്യമ്മ തന്നെയാണ് കപ്പ നട്ടേരുന്നതും കിണറ്റിൽ നിന്നും പോയി വെള്ളം കോരി ഒഴിച്ചേരുന്നതും, അതേപോലെ തന്നെ മാങ്ങയുടെ സീസണിൽ മാത്രമാണ് മാങ്ങ കിട്ടിയിരുന്നത്, പിന്നെ നെല്ല് കൊയ്തരുന്നത് എല്ലാം അവർ തന്നെയാണ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയേണ്ടി വരുന്നില്ല. എന്നാലോ 4-5 നേരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചോറ് ഇഷ്ടത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ആ ഒരു പോർഷനിലല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന്, നമ്മൾ ചെയ്യുന്ന ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് അല്ലേ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ജിമ്മിൽ പോയാലും നമുക്ക് 1 മണിക്കൂറിലും കൂടുതൽ നമുക്ക് ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാർക്കുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ്. അത്ര ചെയ്താൽ കൂടെ എത്ര കാലറീസേ ബേൺ ആവുള്ളൂ? 400 കാലറീസേ ബേൺ ആകുള്ളൂ. എന്നിട്ടും 35 വയസ്സാകുമ്പോഴും 28 വയസ്സാകുമ്പോഴും ഡയബറ്റീസും PCODയും ഫാറ്റി ലിവറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. 25-23 വയസ്സിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് അല്ല, ടൈപ്പ് 2 ഡയബറ്റീസ്. ഏത് 50-60 വയസ്സിലൊക്കെ വരേണ്ട കാര്യങ്ങൾ മുന്നേ അങ്ങനെയാണ് വന്നിരുന്നത്. അതേപോലെ തന്നെ മുട്ട് തേയ്മാനം എന്ന് പറയുന്നതൊക്കെ 60-70 വയസ്സിൽ വരേണ്ടത് ഇപ്പോൾ 30-35 വയസ്സിലാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കറക്റ്റാണ്, നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ആകർഷിച്ചിട്ടാണെങ്കിൽ കൂടെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മറ്റൊരു പ്ലാനാണ്. നിങ്ങൾക്ക് നന്മകൾ പഠിപ്പിച്ച് തരണം. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഡിസീസ് ഫ്രീ ആയി നിങ്ങൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണ്. ഈ ഒരു രീതി നിങ്ങളുടെ നോർമൽസിയിലോട്ട് കൊണ്ടുവരികയാണ്. ഇതാണ് നിങ്ങൾ നോർമൽ എന്ന് കണ്ടുവരികയാണ്. നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഡയബറ്റീസ് ഉണ്ടാകില്ല, ഫാറ്റി ലിവർ ഉണ്ടാകില്ല, കൊളസ്ട്രോൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ പൈൽസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ മെറ്റബോളിസം കാരണം വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതാണ് നോർമൽസി എന്ന് പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ മാഡം. ഡോക്ടർ, നമ്മള് ഇപ്പം നമ്മൾ ഓണമാണല്ലോ വരാൻ പോകുന്നത്. ഇതൊരു ട്രഡീഷണൽ ടൈമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓണസദ്യ നമ്മൾ കഴിക്കേണ്ടി വരും. തീർച്ചയായും കഴിക്കണം. അതെ, അപ്പൊ നമ്മൾ ഈ ഡയറ്റിൽ നിന്ന് നമ്മൾ പുറത്തു പോകും? ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. ആ ഓണസദ്യയിൽ നിന്ന് ചോറ് മാത്രമായിട്ട് മാറ്റി വെക്കുക, ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. ഹലോ പറഞ്ഞോ. ഹലോ സാർ. ഹലോ പറഞ്ഞോളൂ സാർ. സാറേ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ സാറേ. ഞാനൊരു 2 ദിവസം ഔട്ട്ഡോർ ആയിരിക്കും. അപ്പോ ഈ ഫാസ്റ്റിങ്ങിന്റെ കാര്യം നമ്മൾ എങ്ങനെ അത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് പറഞ്ഞ സൗകര്യം. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്താണോ വർക്ക് എന്ന് പറഞ്ഞാൽ വെയിലത്താണോ വർക്ക്, അങ്ങനെയാണോ ഉണ്ടാകുന്നത്?
അല്ല ഒരു 2-3 ദിവസത്തെ ഒരു ജേണി ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ 2 ദിവസം എന്തായാലും ഉണ്ടാവില്ല. ശനിയും ഞായറും ഉണ്ടാവില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. എല്ലാവർക്കും പിന്നെ ഒരേ മൈൻഡ് സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. എല്ലാവർക്കും എല്ലാം കഴിഞ്ഞോളണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ പേഴ്സണലി ഞാനത് വിചാരിച്ചിട്ടുണ്ട്, ഞാനത് നടത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും. ഞാനത് പിന്നെ ഫാസ്റ്റിംഗ് എടുത്ത് എന്താണോ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണോ നമുക്ക് ലഭ്യമാകുന്നത് അത് കഴിക്കും. പക്ഷെ സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിർത്തുന്നത്, ആ ഒരു 2 ദിവസത്തിന് ബ്രേക്ക് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, കുഴപ്പമില്ല. ആയിക്കോട്ടെ സാർ, താങ്ക് യു. ഹായ് സാർ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ ഐശ്വര്യ പറഞ്ഞോളൂ. ഓക്കെ സർ. ഞാനിപ്പോ 40 ഡേയ്സ് ആയി നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6.5 kg കുറഞ്ഞു. 14 ദിവസം 14 ദിവസം കൊണ്ട് 6.5 കിലോ കുറഞ്ഞു. ഓക്കെ മാഡം, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി ഫോർ യു. രാവിലെ താങ്ക് യു സർ. രാവിലെ സാറ് തന്ന വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, ഈവനിങ് ഞാൻ 2 hours ജിമ്മിലും പോകുന്നുണ്ട്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷേ ജിമ്മിന് പോകുമ്പോഴൊക്കെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ആ ന്യൂട്രീഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്തോ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ റിപ്പയർ പെട്ടെന്ന് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പാടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ അയന എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈം പോലെ എനിക്കിപ്പോ ഈ 2 ദിവസമായിട്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറയാ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആവാ. അപ്പൊ ഞാൻ ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോ എനിക്ക് ആസിഡ് ലെവൽ വിനെഗർ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് ഫുഡ് കഴിക്കാനാവുന്നില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് വയറിന് ചെറുതായിട്ടൊരു വേദന വരുക. വെച്ചാല് കൂടുതലായിട്ടുള്ള വേദനയല്ല, ഒരു ഇറിറ്റേഷൻ ഫീല് വെത്തോളുക, ഇടയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരു വേദന. ഇറിറ്റേഷൻ ഉണ്ട് അല്ലേ? ഭയങ്കരമായിട്ടുള്ള വേദനയല്ലേ, എന്നാലും നമുക്ക് അവിടെ എന്തോ ഒരു പെയിൻ ഉള്ള പോലെ ഒരു തോന്നലേ. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാഡം ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചിട്ട് എൻ്റെ അടുത്തൊരു കൺസൾട്ടേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കാം ശരീരത്തിനെ കുറിച്ചുള്ള കേട്ടോ. ആയിക്കോട്ടെ മാഡം. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. പിന്നെ ഞാനിപ്പോ ഇന്നാ ഡേറ്റ് തുടങ്ങിയതേ. ഓക്കെ സാറേ. അപ്പൊ ഞാൻ ഡ്രൈവറാണ്. ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് വേവിച്ച പച്ചക്കറികൾ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എവിടെ നിന്നാണ് കഴിക്കുന്നത് സാധാരണ? പ്രത്യേകിച്ച് ഞാൻ വെജിറ്റബിൾസ് എന്തെങ്കിലും ഞാൻ പോലെ കയ്യിൽ കൊക്കുമ്പർ പച്ചക്കറി ഞാൻ പറ്റിയ പോവാണ്. ആ, ഡ്രൈവർ എന്ന് പറയുമ്പോൾ എന്ത് ഡ്രൈവറാണ്? ബസ് ഡ്രൈവറാണോ? അല്ല, ഞാൻ ലോറിയാണ്. എവിടെ നിന്നാണ് കഴിക്കാറുള്ളത്? ഭക്ഷണം എവിടെ നിന്നാണ് കഴിക്കാറുള്ളത്? ഹോട്ടലിൽ നിന്നാണോ അല്ലെങ്കിൽ? ഹോട്ടലിലാണ് സാധാരണ കഴിക്കാറ്. ഇപ്പൊ ഈ ഗോതമ്പ് അരിയൊക്കെ ഒഴിവാക്കിയത് ഹോട്ടലിൽ കയറേണ്ട കാര്യമില്ലല്ലോ. ഹോട്ടലിൽ പോവാം, തീർച്ചയായും ഹോട്ടലിൽ പോകണം. കാരണം ഞാൻ പോലും അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ഞാൻ ഗ്രീൻ പീസിൻ്റെ കറി ഞാൻ ചോദിക്കും. ഗ്രീൻ പീസിൻ്റെ കറി കിട്ടിക്കഴിഞ്ഞാൽ അത് കറിയായിട്ട് തരും. ഞാനത് കോരി കുടിക്കും. ഞാനൊരു കപ്പ് തൈര് ചോദിക്കും, തൈര് കിട്ടും. അതും അല്ലെങ്കിൽ ചിക്കൻ കറി ചോദിക്കും, ഒരു ബൗളിൽ ചോദിക്കും, സ്പൂണായി അത് കഴിക്കും. അതും അല്ലെങ്കിൽ സാമ്പാർ ചോദിക്കും, സാമ്പാറും ഒരു ബൗളിൽ കൊണ്ടുവന്ന് അത് വെച്ച് കഴിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഞാനൊരു ഓംലെറ്റും ചോദിക്കും. അപ്പോൾ അത് നല്ലൊരു മീൽ തന്നെയാണ്. നമ്മുടെ വയറ് നന്നായി നിറയുകയും ചെയ്യും. ഡിഫറെൻ്റ് ആയുള്ള വെജിറ്റബിൾസാണ് എല്ലാ ദിവസവും കഴിക്കേണ്ടത്. എന്നും ഗ്രീൻ പീസ് തന്നെ ചോദിക്കേണ്ട. ഒരു ദിവസം ഗ്രീൻ പീസ് ചോദിക്കുക, ഒരു ദിവസം കടലക്കറി ചോദിക്കുക, ഒരു ദിവസം നമുക്ക് സാമ്പാർ സൂപ്പ് പോലെ ബൗളിൽ കൊണ്ട് തരും, അത് കോരി കുടിക്കുക. നല്ല ടേസ്റ്റാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ വെറും ഉപ്പേരികളും സാമ്പാറൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് ഹോട്ടലിലും പോയി നമുക്ക് ചോദിച്ചാൽ അങ്ങനെ എല്ലായിടത്തും, ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും ഞാൻ പോകുന്നിടത്തൊക്കെ അങ്ങനെ ചെയ്യാറുമുണ്ട്, എനിക്ക് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ചിക്കൻ കറിയും നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കറി കിട്ടും, അതിൻ്റെ കൂടെ കുറച്ച് തൈര്, അതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതൊരു തടസ്സമല്ല, ഒരിക്കലും അതൊരു തടസ്സമല്ല കേട്ടോ. ഈ റണ്ണിങ്ങിലാവുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് കഴിച്ചെന്ന് വെച്ചാല് രാവിലെ മുട്ട ഇങ്ങനെ ഓംലേറ്റ് ആയിട്ട് കഴിച്ചു, പാല് കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചെയ്ത വെച്ചാല് 3 റോബസ്റ്റോണും കഴിച്ചു, ഒരു കുക്കമ്പറും കഴിച്ചു. പക്ഷെ അങ്ങനെ ഒതുക്കരുത് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറും എന്തെങ്കിലും ശരീരത്തിൽ ചെല്ലാനല്ലല്ലോ പറയുന്നത്.
നമുക്ക് ഓരോന്നിൽ നിന്നുള്ള പോഷകങ്ങൾ വേണം. നമുക്ക് ഇത്രയും വിറ്റമിൻസും ഇത്രയും മിനറൽസും ഫൈറ്റോ ന്യൂട്രിയൻസും ഫാറ്റും പ്രോട്ടീനും ഒക്കെ നമുക്ക് കയറണം. അപ്പോൾ അതിനുള്ള പലതരം ഫുഡുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള, പലതരം ഫുഡ് ഗ്രൂപ്പുകളിലുള്ള ഫുഡുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെറും ഇത് കഴിച്ചാൽ പോരാ. വെറും ഒരു കുക്കമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം പച്ചക്കറികളിൽ എത്രത്തോളം പച്ചക്കറികളുണ്ടെന്ന് നമുക്കറിയാം. അത് ഒരു കുക്കമ്പറിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വരുത്തണം, എല്ലാ ദിവസവും മാറ്റങ്ങൾ വരുത്തണം. ആയിക്കോട്ടെ സാർ. ഹലോ സാർ. ഹലോ മാഡം, പറഞ്ഞോളൂ. സാർ, ഇന്ന് എൻ്റെ 13th ഡേ ആണ്. 13 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 3.30 വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അല്ലേ? നല്ല കാര്യം. ഓക്കെ സാർ, എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ 3 എഗ്ഗ് കഴിക്കുന്നത് എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ടെൻഷൻ? കൊളസ്ട്രോൾ കൂടുന്നതാണോ? എന്തോ നേരത്തെ തൊട്ട് അങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ആ എഗ്ഗ് 3 എണ്ണം അങ്ങനെ. അതുപോലെ എന്റെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് വരുന്നുണ്ട്. അത് ഈ എഗ്ഗ് കഴിക്കുന്നതുകൊണ്ടാണോ എന്നൊരു സംശയം. ഇത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണോ പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുള്ളത്? നേരത്തെ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ വരത്തുള്ളൂ, പക്ഷെ ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ഇങ്ങനെ ഇതുപോലെ വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഇത് കുറക്കാവുന്നതാണ്. പക്ഷേ ഈ പിമ്പിൾസ് വരുന്നത് ഇത് കാരണമല്ല, സിബം കൂടുതലുള്ളത് കൊണ്ടും അതിലുള്ള ബാക്ടീരിയ കാരണമാണ് വരുന്നത്. പക്ഷെ ക്ലിയർ ആയില്ല സർ, ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയില്ല. പിമ്പിൾസ് വരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ഓവർ സിബം സെക്രീഷനും അതിലുണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ്. അത് കാരണമാണ് വരുന്നത്, ആക്നെ വരുന്നത്. പക്ഷേ ഇത് തീർച്ചയായും അതിനെ ചെറുതായി ട്രിഗർ ചെയ്യും. അങ്ങനെ സാധാരണ ഉണ്ടാകുന്നവർക്ക് ട്രിഗർ ചെയ്യും. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു ഇപ്പോൾ കഴിക്കേണ്ട, ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 18 ദിവസമായി. ഓക്കെ മാഡം. 3 കിലോ കുറഞ്ഞിട്ടുണ്ട്. 3 കിലോ കുറഞ്ഞിട്ടുണ്ടല്ലേ? നല്ല ഡോക്ടേഴ്സ് തന്നെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ട് നമ്മള് വേറെ കീറ്റോ ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് ഒരുപാട് അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയപ്പോഴാണ് എനിക്കിപ്പോ പനി വന്നു. അങ്ങനെ ഒരു 4 ദിവസം അന്നേരം നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. നല്ല കാര്യം, സൂപ്പർ മാഡം. 3 കിലോ കുറഞ്ഞ് ഇപ്പൊ നമുക്ക് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്. 7:30 വരെയാണ്. അപ്പൊ നമുക്ക് 7 മണിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്തേലും ഇനിയും നമ്മൾ ഈ ഡയറ്റ് തന്നെ തുടർന്നാ പോരെ? ഇങ്ങനെ തന്നെ തുടർന്നാ മതി കേട്ടോ. താങ്ക് യു. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ മാഡം. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഈ 14 തീയതിക്ക് ഒരു മാസമായി ആവാനായി. പക്ഷെ പിന്നെ ഇതുവരെ 1.5 കിലോനെ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നല്ല ഇഞ്ച് ലോസ് ഉണ്ട് അല്ലേ? നല്ല കാര്യം. നന്നായിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് കുറയണില്ല. അതെന്താ? വെയിറ്റ് അതാണ് ഞാൻ എപ്പോഴും നമ്മൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു കാര്യം, ഒരു കോമൺ ആയുള്ളൊരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. പക്ഷെ പല ശരീരങ്ങൾക്കും വെയിറ്റ് ലോസ് അല്ല നോക്കേണ്ടത്, ഇഞ്ച് ലോസ് ആണ് നോക്കേണ്ടത്. വെയിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. ചിലവർക്ക് ബോൺ വെയിറ്റ് ഉണ്ടാവും. അതല്ലാതെ പെട്ടെന്ന് തന്നെ ഈ ഫാറ്റ്, ഈ കൊഴുപ്പൊക്കെ പ്രോട്ടീനായി മാറി നമുക്ക് മസിലായി മാറിയിട്ട് അതിൻ്റെ വെയിറ്റായി മാറും. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ കൂടെ ശരീരം ഒത്ത ശരീരമാവുകയും നല്ല ആരോഗ്യം, അതാണ് എപ്പോഴും നമ്മൾ എയിം ചെയ്യുന്നത്. ഞാൻ പോലും ഇപ്പം ഞാൻ എയിം ചെയ്യുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവണം എന്നല്ല ഞാൻ എയിം ചെയ്യുന്നത്. ഞാൻ ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ എയിം ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാൻ പാടില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നീർക്കെട്ട് ഉണ്ടാകാൻ പാടില്ല, ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് നല്ല ഗട്ട് ബാക്ടീരിയകൾ ഉണ്ടാകണം, നിങ്ങളുടെ പിന്നെ ശരീരത്തിൻ്റെ പേശികൾക്ക് ആവശ്യമുള്ള, ജോയിൻറ്റുകൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് അളവിലെത്തണം. ഇതൊക്കെയാണ് ഞാൻ എയിം ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ശരീരത്തിനെ നന്നാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന സാധനമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഞാൻ 3-4 വർഷമായിട്ട് ഒഴിവാക്കിയിരിക്കണം. മധുരത്തിനും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എവിടേക്കും പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫുഡ് ചോറ്റുമ്പോ പാത്രത്തിലാക്കി കൊണ്ടുപോകും. എന്ത് ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഞാൻ
ചോറ് ഒഴിവാക്കിയിട്ട് പച്ചക്കറി മാത്രം കഴിക്കുള്ളൂ. വളരെ എല്ലാം നല്ല ചീത്ത ഞാൻ കാര്യം. ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ശോധനക്കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് എന്റെ ഡോക്ടർ പറഞ്ഞല്ലോ. അതെന്താ? നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലില് 3 ടീസ്പൂൺ നെയ്യ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാ? വെളിച്ചെണ്ണ. ഇത് താൽക്കാലിക ശമനത്തിനാണ്. നമ്മുടെ ലോങ് റണ്ണിന് നമുക്ക് വേണ്ടത് മോര്, പിന്നെ ഉപ്പിലിട്ടത്, അതേപോലെ തന്നെ മറ്റുള്ള പ്രോബയോട്ടിക്സ്, അങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് ആണ് നമുക്ക് വേണ്ടത്. ആയിക്കോട്ടെ മാഡം, പറഞ്ഞോളൂ സാർ. ഹലോ, ഞാൻ 1 മിനിറ്റ്, ഇവിടെ യൂട്യൂബിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് ആൻസർ ചെയ്തിട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ. ഞാൻ ഡയറ്റ് ചെയ്തിട്ട് ഇന്ന് 7 ദിവസമായി. 2 പ്രാവശ്യമായി കേട് എടുക്കാൻ പറ്റുന്നില്ല. നൈറ്റ് എടുക്കുമ്പോൾ ത്രോട്ട് പെയിൻ ഉണ്ട്. അങ്ങനെ ത്രോട്ട് പെയിൻ ഉള്ളവർ രാത്രി എടുക്കേണ്ട, വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ എടുക്കേണ്ട. നിഖില, ഈ ഡയറ്റ് ഫോളോ ചെയ്യാമോ? ഓ, തീർച്ചയായും. നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ് കേട്ടോ. രശ്മി, എൻ്റെ മോൻ ഡയറ്റ് സ്റ്റാർട്ടായിട്ട് 3 ദിവസമായി. 6ാം ക്ലാസ്സിലാണ്. അവന് സ്കൂളിൽ കേട് കൊണ്ടുപോയി കഴിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു? നൈറ്റിൽ മാത്രം കേട് യൂസ് ചെയ്താൽ മതിയോ? അങ്ങനെയാണെങ്കിലും മതി, നൈറ്റ് കേട് യൂസ് ചെയ്താലും മതി. പിന്നെ ഫാസ്റ്റിംഗ് എടുപ്പിക്കേണ്ട. 6ാം ക്ലാസ്സിലെല്ലാം ആയിട്ടുള്ളൂ, മകന് ഫാസ്റ്റിംഗ് എടുക്കേണ്ട. ഫാസ്റ്റിംഗ് നല്ലതാണ്, പക്ഷേ അങ്ങനെ ഒരു റിസ്ക് വേണ്ട. ആൾ സ്കൂളിൽ പോകുന്നതല്ലേ. സൗണ്ട് കുറവ്. കേർഡ് ഓർ ബട്ടർ മിൽക്ക് നൈറ്റ് കഴിക്കാമോ? തീർച്ചയായും നൈറ്റ് തൈര് കഴിക്കാവുന്നതാണ്. ചില പിന്നെ ശരീരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. ഹണി യൂസ് ചെയ്യുന്നത് നല്ലതാണോ? നല്ലതാണ്, പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ട. ഹണി പിന്നെ 1 ടീസ്പൂണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഈ ഒരു മാസത്തിന് ശേഷം നമുക്ക് ചെയ്യാം. ശർക്കര ഉപയോഗിക്കാമോ? പറ്റില്ല. ഇതേ ഡയറ്റ് തന്നെയാണോ ഫോളോ ചെയ്യേണ്ടത്? അതെ. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, നെഞ്ചരിച്ചിലാണ് കൂടുതൽ. ഇതിനൊരു മരുന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ഫോളോ അപ്പ് ടീമിനെ ഒന്ന് അറിയിക്കണം. ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. മുസ്ബിൻ റഹ്മാനോടാണ് അത് കേട്ടോ. ഹായ് ഡോക്ടർ, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 1 മാസം ആവാറായി. വെയിറ്റ് കുറയുന്നില്ല, ഇഞ്ച് ലോസ് ഉണ്ട്. നല്ലത്. 1 മാസം വെയിറ്റ് കുറയുന്നില്ല, എന്താണ്? ഞാൻ ഈ ഡയറ്റിൽ പറഞ്ഞാൽ 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. സോറി. ഡയറ്റിൽ എത്ര ദിവസം മുതൽ വെയിറ്റ് കുറയുന്നത്? ഞാനൊരു കുറഞ്ഞു വന്നു. മോർണിംഗ് 3, ഈവനിങ് 1, സൗണ്ട്. കറുവപ്പട്ട ഇട്ട വെള്ളം കുടിച്ചാൽ വെയിറ്റ് കുറയുമോ വിത്ത് ഡയറ്റ്? തീർച്ചയായും. കറുവപ്പട്ട എന്ന് പറയുന്നത് ഡയബറ്റിക് ഉള്ളവർക്കും വളരെ നല്ലൊരു കാര്യമാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നീർക്കെട്ട് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയില്ലേ, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. അതൊരു ടീസ്പൂണ് 1 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് എല്ലാ ദിവസവും വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ ചിയാ സീഡ്സ്, ഒരു വലിയ ടേബിൾ സ്പൂൺ ചിയാ സീഡ്സും 30 മിനിറ്റ് അതിലിട്ട് വെച്ചതിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നല്ല പ്രീബയോട്ടിക്സിൻ്റെ ഒരു സോഴ്സാണ്. ഇവിടെ ഉള്ളവർക്ക് പറയാവുന്നതാണ്. ഗൂഗിൾ മീറ്റിലുള്ളവർക്ക് ചോദിച്ചോ. ഞാൻ തുടങ്ങി 10 ദിവസമായി. ഓക്കെ സാർ. ഇപ്പൊ 2 കിലോ കുറഞ്ഞു. ഓക്കെ സാർ. പിന്നെ ഞാൻ കോളേജിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ കഴിക്കുന്നത് 9:30 ആയിരിക്കും. ഉച്ചയ്ക്ക് കഴിക്കുന്നത് 2 മണിയാവും. രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 8 മണിയൊക്കെ ആവും. 8:30. കാരണം പോസ്റ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് താമസിച്ചൊക്കെയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ടൈമിങ്ങിൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടൈമിങ്ങൾ മാറ്റാം. പക്ഷേ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ, നോമ്പെടുക്കുന്ന സമയം, വ്രതം എടുക്കുന്ന സമയം, ആ ഒരു സമയം 12, 13 അല്ലെങ്കിൽ 14 മണിക്കൂർ കൃത്യമായി അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതെപ്പോഴാണെങ്കിലും ശരി, പക്ഷെ ആ ഒരു 14 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ സാർ. ചോദിച്ചോളൂ. ഹലോ, ഞാൻ ഇത് ഡയറ്റിംഗ് തുടങ്ങിയിട്ട് 6ാം തീയതിക്ക് 1 മാസം ആവുകയാണ്. ഇപ്പൊ 7 കിലോ കുറഞ്ഞു. 7 കിലോ കുറഞ്ഞിട്ടല്ലേ? നല്ല കാര്യം. ഇനിയിപ്പോ ഈ മാസം കഴിഞ്ഞാലും ഇതേ ഡയറ്റിംഗ് തന്നെയാണോ നിങ്ങൾക്ക് അത് ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമല്ല. നിങ്ങൾക്ക് ലൈഫ് ലോങ് എടുക്കാൻ പറ്റുന്ന ഡയറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഞാനൊരു ആപ്റ്റായുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ,
ഏതായാലും ശീലിച്ച് ഏതായാലും ശരീരത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യമാണ്. അത് തുടർന്നോളൂ. ഇനി എന്തെങ്കിലും ഇടയിൽ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. ഇപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 174 ഈ വെയിറ്റ് 83 ആയി. 91 ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ 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 സാർ. ഇപ്പൊ 83 അപ്പൊ ഇടയ്ക്കൊക്കെ ഫംഗ്ഷനൊക്കെ ഭക്ഷണം കഴിക്കാം. ഓ തീർച്ചയായും തീർച്ചയായും കഴിക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. ഹലോ ഹലോ പറഞ്ഞോളൂ മാഡം. ഹലോ സാറേ. ഹലോ പറഞ്ഞോളൂ മാഡം. ഹലോ സാറേ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതാണോ? ഇന്നാണ് ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ഈ ഔട്ട്സൈഡ് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. അപ്പൊ വൈകിട്ട് 8 മണിയൊക്കെ ആവും വീട്ടിലെത്താനൊക്കെ. പിന്നെ അതേപോലെ തന്നെ പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അല്ലേ? കഴിക്കുന്നുണ്ട്. ഓക്കെ. എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. ഫോളോ അപ്പ് ടീമിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതിനുള്ള കുറച്ച് മിനറൽസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. തൊട്ടടുത്ത് നിന്നുള്ള ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് 1 മാസം കഴിച്ചാൽ മതി. കാരണം പ്രഷറോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഭയങ്കരമായി ഉണ്ടാവും ശരീരത്തിൽ. അത് കാരണം ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. ഈ തൈറോയിഡ് ഉള്ളവർക്കുള്ള ഒരു വളരെ വലിയ ബുദ്ധിമുട്ടാണത്. ഭയങ്കരമായി ക്ഷീണം തോന്നുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. ഹലോ ഡോക്ടർ, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ 40 ഡേയ്സ് ഡയറ്റ് തുടങ്ങിയിട്ട് 3 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഡം. ഞാൻ മോർണിംഗ് ആപ്പിൾ സൈഡർ വിനിഗർ അത് കുടിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റേ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അത് കുടിക്കുന്നോണ്ട് പ്രശ്നമില്ല. തൈറോയിഡ് ഒന്നും ഇല്ലല്ലോ? തൈറോയിഡ് ഇല്ല. കഴിച്ചു. ഞാൻ ഇത് രണ്ടും കുടിക്കാറുണ്ട്. ആപ്പിൾ സൈഡർ വിനിഗറും കുടിക്കാറുണ്ട്, ഫ്ലാക്സ് സീഡിന്റെ പൗഡർ ആക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുടിക്കാറുണ്ട്. കുഴപ്പമില്ലല്ലോ? താങ്ക് യു ഡോക്ടർ. ചിലപ്പോൾ അസിഡിറ്റി കൂടും കേട്ടോ, ചിലപ്പോൾ അസിഡിറ്റി കൂടും ആപ്പിൾ സൈഡർ വിനിഗർ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ. മാത്രമല്ല അത് ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കണം. പല്ലിൽ തട്ടരുത് കേട്ടോ, ആസിഡാണല്ലോ, പല്ല് ദ്രവിച്ചു പോകും. അപ്പോൾ സ്ട്രോ ഇട്ട് കുടിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പിന്നെ വായിലോട്ട് പോകുന്ന രീതിയിൽ കുടിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞോളൂ മാഡം. ഹലോ പറഞ്ഞോളൂ സാർ. ഞാൻ 7 ദിവസമായി ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ മാഡം. അപ്പൊ കേൾക്കുന്നില്ല മാഡം. ഒരു മിനിറ്റ് സാർ. ഞാൻ 7 ദിവസമായി ഇന്ന് പിന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ഞാൻ ഇന്നലെ നോക്കിയപ്പോ എന്റെ 2 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഡം. എനിക്ക് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. എനിക്ക് ബെല്ലി ഫാറ്റ് ഉള്ള ഒരാളാണ്. വയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മിനിഞ്ഞാന്ന് മുതല് എനിക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ടായി. ഒത്തിരി ഇല്ല, ചെറുതായിട്ടുണ്ടായി. അതോടുകൂടി എനിക്കൊരു ബോഡി ഷിവറിങ്, ബോഡി ഞാൻ ഇന്നലെ ഫുൾ ബെഡ് റിഡൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോഴാണ് ഞാൻ എന്റെ വെയിറ്റ് നോക്കി. ഇപ്പം 2 കിലോ വെയിറ്റ് എനിക്ക് ലൂസ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പമാണിത്. ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന്. വെയിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഫാറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ധാരാളം പൊട്ടാഷ്യം, മിനറൽ, പിന്നെ മഗ്നീഷ്യം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. നമ്മുടെ പിന്നെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഡയറ്റിലോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ കുറവ് കാരണം നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഷിവറിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ആവശ്യമില്ലെങ്കിൽ കൂടെ ഒരു ചിലവർക്ക് പൊട്ടാഷ്യം, മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ആവശ്യമാണ്. മാഡം എന്തായാലും ഫോളോ അപ്പ് ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള സപ്ലിമെന്റ്സ് പറഞ്ഞു. സാറേ 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് 3 മുട്ട എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബോയിൽ ചെയ്ത് കഴിക്കുവാണെങ്കിൽ എനിക്ക് അതിന്റെ മഞ്ഞക്കുരു കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ആണ്. അതേപോലെ ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്റെ എഗ്ഗ് 2 എഗ്ഗ് ആക്കി. അത് ഓംലെറ്റ് ആയിട്ടാണെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം. ഞാൻ വിത്ത് വെജിറ്റബിൾസിന്റെ കൂടെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് അത് എടുക്കുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ ബോയിൽ ചെയ്ത് കഴിക്കുവാണെങ്കിൽ എനിക്ക് മഞ്ഞക്കുരു ഒട്ടും കഴിക്കാൻ സാധിക്കുന്നില്ല. അതിന് ഛർദിക്കാൻ വരുവാണ്. പിന്നെ തൈര് ഞാൻ ഓൾറെഡി കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ അതെനിക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി ഇപ്പം കൂടി 2 നേരം ആയപ്പം ചെറിയൊരു പുളിച്ചതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് എസെൻഷ്യൽ ഫുഡുകൾ എപ്പോഴും തികട്ടും.
അളവിലും കൂടുതലായി കഴിഞ്ഞാൽ തികട്ടും. നമുക്ക് ചോറ് അങ്ങനെയല്ല, ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം. നമുക്ക് മുട്ട 2 എണ്ണ മാത്രമേ അല്ലെങ്കിൽ 1 എണ്ണയ്ക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരം പറയും, മതി എന്നുള്ളത് പറയുകയും ചെയ്യും, നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതുകൂടെയാണ് നമ്മുടെ ഈ ഒരു ഡയറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഞാനത് ആരോടും പറയാതെ വെക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കയറുന്ന സമയത്ത് ഞാനത് പറയില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിച്ചോ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളോട് അത് പറയും, ഇത്ര മതി എന്നുള്ളത് പറയും. നിങ്ങളത് ചുരുക്കി കൊണ്ടുവരും. പോർഷൻ കൺട്രോള് നിങ്ങൾ ചെയ്യില്ല, നിങ്ങളുടെ ശരീരം അത് ചെയ്തു തരും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ വെറൈറ്റികളൊക്കെ കഴിക്കണം. ഈ പറഞ്ഞ മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും തൈരാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം വെറൈറ്റീസ് എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കഴിക്കണം. ഡയറ്റ് തന്നതിനനുസരിച്ച് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. സാറേ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഡിന്നർ എല്ലാവരും കൂടെ കഴിക്കുന്ന ഒരു സമയം, ഡിന്നർ ടൈം ആണ് എല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന ഒരു സമയം. അപ്പൊ അതൊരു 9:30 ആകുമ്പോഴേ എന്നെ സംബന്ധിച്ച് നടക്കത്തുള്ളൂ, ജോലിക്കാരും മക്കള് പഠിത്തക്കാരും ഒക്കെ ആവുമ്പോ. അപ്പൊ അത് ഞാൻ 9:30 കഴിച്ചാൽ മതിയോ, എന്നിട്ട് പിന്നെ ഞാൻ ആ ഫാസ്റ്റിംഗ് ടൈം രാവിലത്തെ ഇച്ചിരി താമസിച്ചാൽ മതിയോ എന്നും കൂടെ ഒന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മതി. ഹലോ സർ. പറഞ്ഞോളൂ മാഡം. പറഞ്ഞോളൂ മാഡം. സർ, ഞാൻ 14 days ആയി ഫാസ്റ്റിംഗ് ഡയറ്റ് തുടങ്ങി. പക്ഷെ വെയിറ്റിന് വലിയ ലോസ് ഒന്നും വന്നില്ല. ഒരു 0.5 ലോസേ വന്നിട്ടുള്ളൂ. പക്ഷെ ഓൾറെഡി ഞാൻ മുന്നേ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നതാ. പക്ഷെ വെയിറ്റ് ലോസ് ആവാൻ ഭയങ്കര പാട് ബോഡി. പിന്നെ 2 സൈഡിലും ഈ ലവ് ഹാൻഡിലും പിന്നെ ഈ 2 സൈഡിലും സൈഡ് ഫാറ്റും എല്ലാം ഉണ്ട്, ബെല്ലി ഫാറ്റും ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഫുഡൊക്കെ എനിക്ക് കുറച്ചേ വേണ്ടു, എല്ലാം ലിമിറ്റായി ഞാൻ കഴിക്കുള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് സാറിന്റെ ഡയറ്റ് വിചാരിച്ചാൽ കുറെ ഫുഡ് അത് കൂടുതലാണ്. പക്ഷെ അതെല്ലാം ഞാൻ കുറച്ച് എനിക്ക് വേണ്ടുന്നതേ ഞാൻ കഴിക്കുന്നുള്ളൂ. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ വെജിറ്റേറിയനാ, മുട്ട കഴിക്കും പക്ഷെ മത്സ്യങ്ങളൊന്നും കഴിക്കാറില്ല. സപ്ലിമെന്റ്സ് എടുക്കണം. അത് omega-3 ഒരു ടാബ്ലറ്റ് എടുത്താൽ മതിയോ? omega-3 അത് ഞാൻ എടുക്കുന്നുണ്ട്. 2 എണ്ണം രാവിലെ രാത്രി ആയിട്ട് എടുക്കണം. 2 എണ്ണം എടുക്കണം അല്ലേ? ഏതാണ്? ഫ്ലാക്സ് സീഡ് അല്ലല്ലോ, നിങ്ങൾ കോഡ് ലിവർ ഓയിൽ തന്നെയല്ലേ എടുക്കുന്നത്? കോഡ് ലിവർ ഉണ്ട്. ഫ്ലാക്സ് സീഡ് ആയിട്ട് പിന്നെ വറുത്ത് പൊടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിൽ കഴിക്കും. ഓക്കേ മാഡം. പിന്നെ ഒരു ടാബ്ലറ്റ് കോഡ് ലിവറിന്റെ അതും ഒന്ന് കഴിക്കും. ഓക്കേ മാഡം. പിന്നെ ഷെൽഫിഷ് കഴിക്കുമായിരുന്നു പണ്ട്, കുറെ മുന്നേ എനിക്ക് ഇതുണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായ സമയം. അതിനെ ഒഴിവാക്കിയതാ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ ഇടക്കൊക്കെ കഴിക്കും, അങ്ങനെ കഴിക്കുള്ളൂ. യൂറിക് ആസിഡിനെ പേടിക്കണ്ട, കാരണം ഫാറ്റി ലിവർ കാരണമാണ് യൂറിക് ആസിഡ് വരുന്നത്. നിങ്ങൾ ഇത് ചെയ്ത് ഫാറ്റി ലിവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എല്ലാം ധാരാളമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഷെൽഫിഷും ഹൈ പ്രോട്ടീൻ ഫുഡുകൾ ധാരാളമായി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ലിപ്പിഡ് ടെസ്റ്റ് എടുക്കുക, ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുക, പിന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ഒന്ന് എടുത്ത് ഫോളോ അപ്പ് ടീമിന് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഹെയർ ലോസ് വരുന്നുണ്ട് അല്ലേ? എന്തായാലും ഒരു കൺസൾട്ടേഷൻ നമുക്ക് എടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു മാഡം. ഇത് അവസാനത്തെ ചോദ്യമായാൽ മതി കേട്ടോ. നമ്മൾ 10 മണി ആയാൽ നമ്മൾ നിർത്താൻ. ഇത് അവസാനത്തെ ചോദ്യമാണ്, പറഞ്ഞോളൂ. ഞാനൊരു 20 days ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട്. ആയിക്കോട്ടെ സാറേ. ആ ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂറിക് ആസിഡ് 11.9 ഉണ്ടായതാണ്. ഓക്കെ. അപ്പൊ ഡെയിലി രാവിലെ 3 എഗ് വെച്ച് കഴിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇന്ന് യൂറിക് ആസിഡ് ചെക്ക് ആക്കുമ്പോൾ ഏകദേശം ഒരു 13.2 എത്തിയിട്ടുണ്ട്. 13 എത്തിയിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഒരു ക്ലാസ് വരും. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നന്മകൾ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനെ ശരീരം കൃത്യമായി ഒഴിപ്പിച്ച് കളയണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൊഴുപ്പുള്ളത് കാരണം, ഫാറ്റ് ഉള്ളത് കാരണം ഫാറ്റി ലിവർ എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഡയറ്റിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു 2-3 മാസത്തിലൂടെ എങ്ങനെയെങ്കിലും ആ ഒരു ഫാറ്റി ലിവർ മാറുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുകയും ലിവർ ചെയ്യേണ്ടതായുള്ള കാര്യങ്ങൾ, ആ കെട്ടിക്കിടക്കുന്ന യൂറിക് ആസിഡിനെയൊക്കെ ഒഴിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് 1 മാസം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാകും. ബോഡീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതെടുത്തിട്ടും നോക്കാവുന്നതാണ്.
കേട്ടോ. അപ്പൊ ഡെയിലി എഗ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പൊ? ഒരു കുഴപ്പമില്ല. വേദന ഉണ്ടെങ്കിൽ വേണ്ട. അല്ല, എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എഗ്ഗ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്യൂരീൻസ് എന്ന് പറയുന്നതാണ് യൂറിക് ആസിഡിലോട്ട് മാറുന്നത്. അത് 50ലും mg താഴെയുള്ളത് കുഴപ്പമില്ല കേട്ടോ. വേദന ഉണ്ടെങ്കിൽ പറയണം. യൂറിക് ആസിഡിന്റെ മറ്റൊരു ഡയറ്റ് ചാർട്ട് അവർ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് തരുന്നതാണ്. 11 സമയത്ത് നല്ല വേദന ഉണ്ടായിന്. ഇപ്പൊ വേദന അങ്ങനെ അറിയുന്നില്ല. വേദന അറിയുന്നില്ല, അതാണ് പറയുന്നത്. നമുക്കത് കൂടി കാണിച്ചാലും നമുക്കത് പിന്നെ തുടങ്ങുന്നുണ്ട്. ആ ക്രിസ്റ്റൽ ഫോർമേഷൻസ് ഒക്കെ മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ആയിക്കോട്ടെ സാർ. അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ വന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും നേരം എൻ്റെ കൂടെ ചിലവഴിച്ചതിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനിയും പിന്നെ ക്ലാസ്സുകൾക്ക് താങ്ക് യു മാഡം. ഇനിയും നിങ്ങൾക്ക് പല രോഗങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കുറേ കോംപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാറ്റിനും ഒരു റീസണൊക്കെയാണ് വരുള്ളൂ. ഒരു 2-3-4 റൂട്ട് കോസുകൾ വെച്ച് തന്നെയാണ് നമ്മൾ പലതും ട്രീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ എല്ലാറ്റിനും കുറിച്ച് മനസ്സിലാക്കുക. ഇനിയും ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നല്ലൊരു ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you for your valuable information, sir. Thank you, madam. Thank you, sir. Thank you, sir. Good night. Good night. Good night. Good night.